കൈയും കാലൊക്കെ ഒടിച്ചു മടക്കി തലയും കുത്തി കിടക്കുന്നു. നിത്യവനം കാത്തു സൂക്ഷിക്കാനുള്ള പുള്ളിക്കാരന്റെ പണിയാ. അല്ല, അതുകൊണ്ട് വേറെ കുഴപ്പമുണ്ട്. പുള്ളിക്കാരൻ രാവിലെ എണീക്കുന്നു, തലകുത്തി വെക്കുന്നു. ആദ്യമേ തന്നെ പുള്ളിക്ക് ലോകം തലകീഴായി കാണുന്നു, കൂടത്തിൽ കൂടെ നമ്മളെ തലകുത്തി കാണുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവുന്നത്? ഇപ്പൊ കഴിഞ്ഞാണ്. ഇയാള് ധൈര്യമായിട്ട് ചായ കൊണ്ട് കൊടു. പിന്നെ വസന്തി ഇവിടെ ഇല്ലാത്ത ദിവസം ഇത്രയും പേരുണ്ടായിട്ടും അല്ല, പിന്നെ എനിക്ക് സമയത്ത് ചായ കിട്ടില്ലെന്നേ എന്നുള്ള പരാതി ഉണ്ടല്ലോ. ചെല്. ചേട്ടൻ വല്ലതും പറഞ്ഞാലോ? മുണ്ടും നേരിയത് കൊടുത്ത എന്റെ ഉണ്ടക്കണ്ണിയുടെ ഐശ്വര്യം കണ്ട ചേട്ടൻ കമാന്നൊരക്ഷരം പറയില്ല. ധൈര്യമായിട്ടല്ലേ. എന്താ? ചായ. ചായ. ആ ചായയാണെന്ന് മനസ്സിലായി. എന്താ കാര്യം? ചേട്ടനെ കൊണ്ടുവന്നതാ. ചേട്ടന്? എന്നെ ചേട്ടാന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എന്താ അംഗീകാരം? സാറിന് ചായ. സാറോ? വീട്ടിനകത്ത് വെച്ച് എന്നെ സാറേ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എന്താ അംഗീകാരം? എടുക്കത് എടുക്കാൻ. ആര് പറഞ്ഞു ഇവിടെ പ്രവേശിക്കാൻ? പിന്നെ അവകാശം സ്ഥാപിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ഏരിയ അങ്ങ് വിട്ടേക്കണം. എന്റെ അനിയൻ ആരുടെയും അംഗീകാരമില്ലാതെ എവിടുന്നോ വിളിച്ചുകൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുടെ സ്ഥാനം നിങ്ങൾക്കുള്ളൂ. മനസ്സിലായോ? അതായത് ഇവിടുത്തെ വീട്ടുവേലക്കാർ രാജമ്മയ്ക്കുള്ള സ്ഥാനം പോലും ഞാൻ നിങ്ങൾക്ക് തരില്ല. മേലാൽ ഇതിനകത്തെങ്ങാനും കാലെടുത്ത് കുത്തിയാൽ മുട്ടുണ്ടെങ്കിൽ ഞാൻ മുട്ടു തല്ലി പിടിക്കും. ഇറങ്ങാൻ ഇറങ്ങാൻ. ചായ. അയ്യേ, ഇതാകും നാണക്കേടായി പോയല്ലോ. ഞാൻ വിചാരിച്ച എന്റെ ഉണ്ടക്കണിക്ക് കുറച്ചെങ്കിലും ധൈര്യം കാണുന്ന. എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. മേലല്ല അവിടെ കയറി ചെല്ലരുന്നും. അതിനുള്ള പരിഹാരമാണ് വീണ്ടും വീണ്ടും അവിടെ കയറി ചെല്ലുക എന്നുള്ളത്. എന്റെ ചേട്ടനെ ഈ കാഴ്ച ബംഗ്ലാവിലെ സിംഹ. പിന്നെ ഈ പിള്ളേരൊക്കെ കൂട്ടിൽ കല്ല് വലിച്ചെറിയുന്നുണ്ടോ? അപ്പൊ സിംഹം എന്താ ചെയ്യാം? കാണിക്കും. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ കയറി ചെല്ലുന്നു. ചേട്ടാ ചായ വേണമെന്ന് വെക്കുന്നു. നമ്മൾ ചേട്ടാന്ന് ഒരിക്കൽ കൂടി വിളിക്കുന്നു. അപ്പൊ ചേട്ടാ കാണിക്കുന്നു. നമ്മൾ അത് കണ്ടിച്ചിരിക്കുന്നു. എവിടെ പോവാ? ഇന്ന് പാർട്ടി മീറ്റിംഗ് ദിവസാ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? വീട്ടിലാണെങ്കിൽ നേരത്തെ എന്ത് ചെയ്യും? എങ്ങനെയാണ് എന്റെ പരിപാടി? വീട്ടിലാണെങ്കിൽ ഓഫീസിൽ പോവും. എന്നാ അതുപോലെ ഓഫീസിൽ പോ. ചെല്. ചേട്ടന്റെ ഓഫീസിലോ? എങ്ങനെ ചേട്ടനോ? അത് ഇവിടെ. അവിടെ MD സ്റ്റേനോ. ചെല്ലേ. മാസം 10 കാശ് കിട്ടുന്ന കളയല്ലേ മോളെ. ഇത്രയും മിസ്റ്റേക്കുള്ള ഈ ഒരു ലെറ്റർ എന്റെ ടേബിളിൽ വെക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യാം സർ. എന്റെ അനിയനെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്തിന്? വീണ്ടും ഒരു ഷീറ്റോടെ വേസ്റ്റ് ചെയ്യാനോ? യു നോ സംതിങ്? എന്റെ ലെറ്റർ ഹെഡിൽ ഒരു മിസ്റ്റേക്ക് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്കല്ല ക്ഷണം, എനിക്കാണ്. യു നോ സംതിങ്? എന്റെ അനിയനെ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്കല്ല ക്ഷണം, എനിക്കാണ്. ഇത്തവണ ഞാൻ ഇവളുടെ കൂടെ നിൽക്കത്തുള്ളൂ. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ തിരുത്തി പറയും. അങ്ങനെയൊന്നും ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ല. എല്ലാവർക്കും ഉണ്ട് അവരവരുടേതായ കുറ്റവും കുറവും. ഓടിയകത്ത് ഈ സഭ കൂടുന്നത് നല്ലതിനു വേണ്ടി ആയിരിക്കണം, ദുഷിപ്പിക്കാൻ വേണ്ടി ആവരുത്. അയാളുടെ പേരിൽ എന്താ തെറ്റ്? അയാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ആ കുടുംബം ഇന്നീ നിലയിലാക്കിയത്. അയാളുടെ അറിവോ സമ്മതമോ കൂടാതെ ഇവൻ ഈ പെങ്കൊച്ചിനെ വിളിച്ച് അവിടെ കയറി ചെന്നത് തെറ്റ് തന്നെയാ. കാരണക്കുറ്റിക്ക് അടികൊള്ളേണ്ട തെറ്റാ. അടിക്കണ്ടേ? ഒരടി അടിച്ചാൽ തീരുന്ന പ്രശ്നമാണ്. ഞാൻ എന്നെ കാരണം കാണിച്ചു കൊടുത്തന്നെ. ഇത് അടിക്കത്തൂല്ല, പറയുന്ന മുഴുവൻ കുത്തുവാക്കും. ഇങ്ങനെ ഏത് നേരം അവിടെ ഇവിടെ നിന്ന് കുത്തിക്കൊണ്ടിരുന്ന പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനെന്ന്?
അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇത്തവണ ഞാൻ നിങ്ങളുടെ കൂടെയാണ്. അത് നിന്റെ മോനാണ് ചെയ്തെങ്കിൽ നീ സഹിക്കോ? എന്റെ മോനാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. അത് പറ. അച്ഛാ, അച്ഛൻ എന്തിനാ അതിൽ ഇടപെടുന്നത്? ഇത് അവരുടെ കുടുംബകാര്യമാണ്. ഒരാളിന്റെ കുടുംബകാര്യത്തിൽ മറ്റൊരാൾ ഇടപെടാൻ പാടില്ല. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അച്ഛൻ നിയമം പഠിക്കാത്തതുകൊണ്ട് അത്രയും വിവരം കുറഞ്ഞു. ഞാൻ പോക്രിത്തരം കാണിച്ചിട്ട് ന്യായീകരണം ഉണ്ടാക്കാൻ നടക്കരുത്. നീ ഇപ്പൊ ചെയ്യേണ്ട ഒറ്റ കാര്യം നിന്റെ ഭാര്യയോട് പറ. അയാളുടെ കാലയിൽ സാഷ്ടാംഗം നമസ്കരിച്ച് സംസ്ഥാപരാധം പറയാൻ. അത് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കുരുത്തം. മനസ്സിലായോ പറഞ്ഞത്? കേട്ടോ അമ്മേ, ചേട്ടത്തിയമ്മയ്ക്ക് ഒരു പ്രത്യേക ഗ്ലാമർ. അല്ല, സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നതന്നെയാണ്. ഞങ്ങൾ ഇരിക്കുമ്പോ തന്നെ 5 കക്ഷികളാ വന്നത്. ഞങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും നേരം വേണ്ടേ? പതിവില്ലാതെ വീടിന് മുമ്പിൽ ഒരു ബോർഡും മിസ്സിസ് വസന്ത MA LLB. ഈ പോക്ക് പോയ ചേട്ടത്തിയമ്മ താമസിയാതെ സുപ്രീം കോടതി വരെ എത്തും. കണ്ണോ അമ്മേ, ചേട്ടത്തിയമ്മയ്ക്ക് കേസുമില്ല, ഒരു ചുക്കുമില്ല. ചേട്ടത്തിയമ്മ മനസ്സ് വിഷമിച്ചിരിക്കുക. അയ്യോ, ചേട്ടത്തിയമ്മ മനസ്സ് വിഷമിച്ചിരിക്കാന്നുള്ളത് ഇവിടെ പറയരുത്. മേപ്പടിയാനൊരു ധാരണയുണ്ട്. ചേട്ടത്തിയമ്മ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മനസ്സ് വിഷമിച്ചിരിക്കായിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ഇനി നമ്മൾ അങ്ങോട്ട് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാവൂ. ഷോക്ക് ട്രീറ്റ്മെന്റ്? ഞാൻ ഇനി എന്തെല്ലാം കാണണം എന്റെ ദൈവമേ. എന്തിനാ വെറുതെ? വാ അടിക്കേ. എനിക്ക് വേണ്ട. ആയുധം വെച്ച് കീഴടങ്ങിയോ? ഇത്രയും കാലം കയറൂരി ഇറന്നില്ലേ, ഇനി കുറച്ചാലും ഒതുങ്ങുന്ന സുഖം. ബീനയ്ക്ക് ഇതിന്റെ മണം ഇഷ്ടമല്ല. ഈ ഒരു മണമുള്ളൊരുത്തിന് അവിടെ സഹിക്കുക ചെയ്യാനാണ് അവൾ എന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ഇനി മുതൽ എന്റെ ചേർത്ത് അമ്മാവനടിച്ചോ. ഒറ്റയ്ക്കുള്ളൂ. ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്കാ രാജമ്മേ. എല്ലാവർക്കും ചോദിക്കാനും പറയാനും ആളുണ്ട്. ആർക്കും വേണ്ടാത്ത ഒരെണ്ണം ഞാൻ മാത്രം ഇങ്ങനെ കാഷായത്തിൽ തോന്നി ജീവിക്കുക. ഏതവനായി വിനയന്റെ കുറിപ്പ്. അവൻ ഏതവനായാലും എനിക്ക് പ്രശ്നമല്ല. 18 കൊല്ലം ഇന്ത്യയുടെ അതിർത്തികളിൽ കോടിക്കണക്കിന് ജനങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നവനാ ഞാൻ. എനിക്ക് എവിടെ എന്തു പറയാം? എന്റെ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന പെണ്ണെ തട്ടിക്കൊണ്ടുവന്ന മഹാഭാവികളെ ഇറങ്ങി പാടാ ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുമ്പിലേക്ക്. എടാ, എന്റെ വലിപ്പം അറിയണമെങ്കിൽ നീ എല്ലാം ബംഗ്ലാദേശിലേക്കല്ലേ, ഇല്ലെങ്കിൽ ചൈനയിലേക്കല്ലേ, ഇല്ലേ പാകിസ്ഥാനിലോട്ടല്ലേ? ഇവിടെയുള്ളവന്മാർക്കൊന്നും എന്റെ വലിപ്പം അറിയില്ല. ഇറങ്ങി പോരാ പട്ടികളെ. ഓ, നീ അകത്തുണ്ടായിരുന്നല്ലേടി? എടീ, എന്റെ ഈ ശബ്ദം കേട്ടാൽ ആരും ഇറങ്ങി വരും. എന്റെ പെർമിഷൻ ഇല്ലാതെ കല്യാണം കഴിച്ചോളാ. നീ എന്റെ കൂടെ വരണം. എന്റെ ജീവിതം നശിപ്പിക്കരുത്. എന്നെ വെറുതെ വിടണം. നിന്നെ വെറുതെ വിട്ടാൽ ഞാൻ നശിച്ചു പോകൂടി. എടീ, ഈ പ്രായത്തിൽ നിന്നെ ഞാൻ കയ്യിലെടുത്ത് വളർത്തി, പിന്നെ തോളിലിട്ട് വളർത്തി, കുറെ നാൾ ഒക്കത്തിരുത്തി വളർത്തി, പിന്നെ കൊണ്ടു നടന്ന് വളർത്തി. ഇവന്റെ കയ്യിലുണ്ടോ ഒരു കണക്ക് പുസ്തകം? തന്തയ്ക്ക് വരുന്ന ആണുങ്ങളുണ്ടെങ്കിൽ ഇറങ്ങി വരാൻ പറയടി. എന്താ ഏട്ടാ പ്രശ്നം? ഇന്ത്യയെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതിന്റെ പേരില് ചേട്ടന് ഏത് വീട്ടിന് മുമ്പിലും ചെല്ലാം, കളക്ടറേറ്റിന് മുമ്പിൽ ചെല്ലാം, രാജ്ഭവന്റെ മുമ്പിൽ ചെല്ലാം. ചേട്ടൻ എന്ത് തെറി വേണമെങ്കിലും വിളിക്കാം. അതിനുള്ളൊരു സൗകര്യം നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിജയം. ഇവിടെ ഇപ്പൊ ചേട്ടൻ എന്താ വേണ്ടത്? എനിക്ക് എന്റെ കാശ് വേണം. ഞാൻ വളർത്തിയതാ ഇവളെ. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ ചെലവാക്കിയതൊക്കെ വേണ്ടിയാ. നീ ഇന്നല്ലേ ഇവളെ കാണുന്നത്? ഇവളൊരു വേരമാതിരി നിലവാളിയായിരുന്നു. ഞാൻ അതിർത്തി കാത്ത് സൂക്ഷിച്ചിട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ കഴിച്ച് അവളുടെ കണ്ണുകൾ ഉരുണ്ടു, ദേഹം തുടുത്തു, അവളുടെ മുടി പന്തലിച്ചു. ഇത് മുഴുവൻ ചക്കാത്തിലടിക്കാൻ വന്നവനെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ചേട്ടാ, ഒച്ച വെക്കരുത്. നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കാം. വാ, എന്റെ കൂടെ വാ. പ്ലീസ് ചേട്ടാ, സൂക്ഷിച്ച് പതുക്കെ. ഇതില് അല്ല, ചേട്ടൻ പട്ടാളത്തിൽ ഇത്രയും ധൈര്യം കാണിച്ചിട്ടും ചേട്ടൻ ഇങ്ങോട്ട് പോകുന്നത് അവരായിട്ട് പറഞ്ഞു വിട്ടതാണോ? അല്ല, സർവീസ് ഹോകയാ. ഓ അതല്ലേ. ഒരു സിഗരറ്റ് വലിക്കാം. കൊള്ളാം കൊള്ളാം. സത്യത്തിൽ അന്നെനിക്കൊരു അബദ്ധം പറ്റിയതാ. അറിയാം, എനിക്കറിയാം.
അല്ല ശരിക്കും ചേട്ടന് ഇപ്പൊ എന്താണ് വേണ്ടത്? എനിക്ക് എന്റെ കോമ്പൻസേഷൻ കിട്ടണം. ഓ അല്ല അത് തരാം. അത് എങ്ങനെയാണ്, മൊത്തമായിട്ട് വേണോ ചില്ലറയായിട്ട് വേണോ, എങ്ങനെയാണ് എന്റെ പരിപാടി? അതൊക്കെ അത് എന്റെ ഇഷ്ടം പോലെ. ഓ, അയ്യോ, എന്നെ വെറുതെ തല്ലാതെ. അയ്യോ. എടോ, ഈ വീട്ടിലൊരു കണക്ക് പുസ്തകമുണ്ട്. അത് കേട്ട് കേട്ട് മടുത്തിരിക്കുക ഞങ്ങള്. അതിനിടയിൽ തന്റെ ഡയറി കണക്കുമായിട്ട് മേലാലും ഇങ്ങോട്ട് വന്നാണ്ടല്ലോ, ചവിട്ടി നട്ടലോടിക്കും ഞാൻ. പിന്നെ ഇതേ പരിപാടിയായിട്ട് മേലാലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലേ വരുമ്പോ 2 പച്ചമുട്ട കൂടി മേടിച്ചോ. തന്നെ ഇടിക്കാനുള്ള ആരോഗ്യത്തിന് എനിക്ക് വാട്ടി കുടിക്കാനാ. ഓടോ.